ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സാരി ഫോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി എടുത്തിട്ടുണ്ട്. സെറ്റ് സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. സാരി ഫോളും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1250 ആണ് കേട്ടോ. ഇത് ഞാൻ മെറ്റീരിയലിൽ കണ്ടപ്പോഴത്തേനും അങ്ങനെ റേറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ചിലർക്ക് റേറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ സാരി ഫോൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടുക്കുന്ന വശം ആദ്യം കുത്തുന്ന വശത്തിൻ്റെ താഴെയായിട്ട് ഉള്ളിലായിട്ടാണല്ലോ സാരി ഫോൾ വെക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒട്ടും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ 7 ഇഞ്ച് വിട്ടിട്ടാണ് സാരി ഫോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരിക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അരികും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയും കൂടി മെറ്റീരിയൽ കണക്കാക്കി വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 7.5 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ അരിക് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ അരിക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരിക് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നാണ് സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ തയ്യൽ മെഷീനിൽ സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരികുവശം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് കൈത്തുന്നൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സാരി ഫോള് ഈ തുമ്പ് വരുന്ന ആ പോർഷൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് അങ്ങ് അരിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സാരി ഫോളും നമ്മൾ സാരി ഫോൾ പിടിപ്പിക്കേണ്ട ആ സാരിയുടെ പോർഷനില്ലേ അവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ വെച്ചാൽ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ചുളുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചുളുക്ക് അവിടെ തന്നെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അയണിങ്ങിന് ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആദ്യമേ തന്നെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിൽ ഈ ഫോള് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ മീതെ വൈറ്റ് നൂലും താഴെ ബ്ലാക്ക് നൂലുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ സാരിയുടെ തുമ്പിൽ ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് നൂലും ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നൂലിൻ്റെ ഡിഫറൻസ് കാരണം അതൊരു അഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ മേളിലെ മാത്രം വൈറ്റ് നൂലും അടിയിൽ ബ്ലാക്ക് നൂലും ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിക് ചേർത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൈത്തുന്നലും തയ്യൽ മെഷീനിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോള് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫൂട്ട് താഴ്ത്തിയിട്ട് കൊടുത്തിട്ട് അത് ഉറപ്പിച്ച് വെക്കുക. ഉറപ്പിച്ച് വെച്ചിട്ട് കൈത്തുന്നൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കൈത്തുന്നൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഒന്നും ഈ സാരി ഫോളിൻ്റെ മീതെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾക്ക് നല്ല പെർഫെക്ഷനായിട്ട് കൈത്തുന്നൽ തുന്നി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അരിക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാരി ഫോൾ ശരിക്കും വയ്ക്കുന്നത് നമ്മുടെ ഫ്ലീറ്റ് വരുന്നതിൻ്റെ അവസാനം വരെയാണ് സാധാരണ സാരി ഫോൾ വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് പുറമേ നിന്ന് ഒരാൾ കൊണ്ട് തരുമ്പോൾ അങ്ങനെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് നമ്മൾ 7 ഇഞ്ച് വിട്ടിട്ട് സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാരി ഉടുത്ത് നോക്കിയിട്ട് ഫ്ലീറ്റ്സ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് വേണം നമ്മൾ സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ കറക്റ്റ് സാരി ഇടുമ്പോഴത്തേനും ആ ഒരു ഫ്ലീറ്റ്സ് കറക്റ്റായിട്ട് നിൽക്കാനും അതിന് വേണ്ടിയിട്ടാണ് സാരി ഫോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാരി ഫോള് ഞാൻ ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിലൊട്ടി അങ്ങ് ഇരുന്നോളും. വേറെ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അയൺ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈത്തുന്നൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കൈത്തുന്നൽ തുന്നുമ്പോൾ അധികം ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈത്തുന്നൽ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചുളിവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂസിങ് ടേപ്പ് അറ്റം വരെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് സാധാരണ ഒറ്റ നൂലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഹെമ്മിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്തിടാം കേട്ടോ. അങ്ങനെ ചെയ്തിടുമ്പോഴത്തേനും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാവേ. ഇതിൻ്റെ ഡൗട്ടുകൾ മാത്രമല്ല സ്റ്റിച്ചിങ്ങിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടുകളാണെങ്കിലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സാരി ഫോൾ വയ്ക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ
നിങ്ങളുടെ ഏരിയയിൽ എത്രയാണ് റേറ്റ് വരുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇത്. നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തയ്യൽക്കൂലി ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സാരി ഫോൾ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സാരി ഫോൾ വെക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതല്ല കേട്ടോ. കൈത്തുന്നൽ തന്നെ ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മെഷീൻ വേണമെന്നില്ല സത്യം പറഞ്ഞാൽ ഈ സാരി ഫോൾ വെക്കാൻ വേണ്ടിയിട്ട്. സമയമുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുള്ള് കൈത്തുന്നൽ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫ്യൂസിങ് ടേപ്പില്ലേ, ആ ടേപ്പ് തന്നെ ഫുള്ള് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, നന്നായിട്ട് ഒട്ടി തന്നെ ഇരുന്നോളും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നമുക്ക് അത്രയും കോൺഫിഡൻസ് കുറവാണെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പുറമേ ആയതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് തന്നെയാണെങ്കിൽ ഞാൻ ഫ്യൂസിങ് ടേപ്പ് ഒട്ടിച്ചെടുക്കുകയുള്ളൂ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല കേട്ടോ, അതുകൊണ്ടിട്ട്. അപ്പോൾ സാരി ഫോൾ ഇതേപോലെ ഹെമ്മിങ് ചെയ്ത് അറ്റം വരെ ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സാരി ഫോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാവേ. ഫ്യൂസിങ് ടേപ്പ് നമ്മുടെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലുണ്ടാവും കേട്ടോ. അതിന് ഒരെണ്ണത്തിന് 30 രൂപയാണ് നമ്മുടെ എറണാകുളത്ത് വരുന്നത്. തൃപ്പൂണിത്തറയിൽ വരുന്നത് 50 രൂപയാണ് കേട്ടോ. പലയിടത്തും പല റേറ്റ് ആയിരിക്കും. സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഉറപ്പായിട്ടും ഈ ഫ്യൂസിങ് ടേപ്പ് ഉണ്ടാവും കേട്ടോ. ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.